ഈ പ്രപഞ്ചത്തിലെ മുഴുവനും എന്റെ നൂറിൽ നിന്ന് മുഹമ്മദ് മുസ്തഫ. അതാണ് ത്വഹ റസൂലുള്ളാഹി, അതാണ് ത്വഹ റസൂലുള്ളാഹി, അത് മാത്രമാണ് ത്വഹ റസൂലുള്ളാഹി. കുന്തു നൂറാ, ഞാനൊരു പ്രകാശമായിരുന്നു. ബൈന യദയില്ലാഹി അസ്സ വജൽ, അല്ലാഹുവിന്റെ അരികിൽ ഖബ്ല യഖ്ലുഖ ആദം അലൈഹിസ്സലാം ബിഅൽഫി മനുഷ്യവംശത്തിന്റെ പ്രഥമപിതാവായ ആദം നബി അലൈഹിസ്സലാമയെ പടയ്ക്കുന്നതിന് 1000 ആണ്ട് കൊല്ലങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ മുമ്പിൽ ഞാനൊരു പ്രകാശമായിരുന്നു. ഫലമ്മാ ഖലഖല്ലാഹു തആല ആദം അലൈഹിസ്സലാം, അല്ലാഹു ആദം നബി അലൈഹിസ്സലാമയെ പടയ്ക്കാൻ ഉദ്ദേശിച്ചപ്പോൾ അൽഖാ ذلك النور في طينته, ആദം നബിയെ പടയ്ക്കാൻ ഉപയോഗിച്ച കളിമണ്ണിലേക്ക് എന്റെ വെളിച്ചത്തെ പ്രകാശത്തെ നൂറിനെ അല്ലാഹു കടത്തി വിടുകയാണ്. അങ്ങനെ ഫീ സുൽബി ആദം ഇലൽ അർള്, ആദം നബി അലൈഹിസ്സലാമയുടെ DNA-യിലൂടെ, അവിടത്തെ മുതുകിലൂടെ, അവിടത്തെ ആത്മസത്തയിലൂടെ മുഹമ്മദീയ പ്രകാശം ഇറങ്ങി വരികയാണ് ഭൂമിയിലേക്ക്. 6-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിൽ മക്ക ഉപദ്വീപിലെ വർത്തക പ്രമുഖനായ അബ്ദുൽ മുത്തലിബിന്റെ മകനായ അബ്ദുള്ളയുടെ മകനായ ക്രിസ്താബ്ദം 521 ഏപ്രിൽ റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച പുലർച്ചയോടടുത്ത സമയം ജനിച്ചു വീണു എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ റസൂലിന്റെ ശാരീരികമായ ഒരു വരവ് മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ പ്രപഞ്ചത്തിൽ കടന്നു വന്നിട്ട് 1400 കൊല്ലങ്ങളല്ല, അത് ശതകോടി നൂറ്റാണ്ടുകൾ ഒരുപാട് കടന്നു പോയിട്ടുണ്ട്. അത് മനുഷ്യോൽപത്തിയുടെയും മുമ്പിലാണ്. അത് ദിവ്യവചനത്തിന്റെ ചിറകടിയുമായി കടന്നു വരുന്ന ജിബ്രീലിന്റെ സൃഷ്ടിപ്പിനും മുമ്പാണ്. ഇബ്രാഹിം നബിയുടെ മുതുകിൽ ഞാൻ ഉണ്ടായിരുന്നു. ആസറിയൻ സാമ്രാജ്യത്തെ കൊളോണിയൽ പരിശകൾ തെറ്റിവിറ്റിന്റെ അറ്റത്ത് ഇബ്രാഹിം ഖലീലിനെ തീയിലേക്ക് എറിയുമ്പോ ഞാൻ ഇബ്രാഹിമിന്റെ മുതുകിലുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. ആത്മജ്ഞാനികളായ ആരിഫീങ്ങളുടെ വർത്തമാനം ജിബ്രീൽ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രകാശം ഉണ്ടായത് കൊണ്ടാണ് ഇബ്രാഹിമിന് പോലും തീയേൽക്കാൻ കഴിയാതെ പോയത്. ഹബീബിന് തീയേൽക്കില്ല പ്രിയപ്പെട്ടവരെ. അത് ജീവിതകാലത്തും മരണത്തിന് ശേഷവും അല്ലാഹുവിന്റെ റസൂലിനോട് ബന്ധപ്പെട്ടതിനോ തീയേൽക്കാൻ കഴിയില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് ഉമർ ഫാറൂഖ് തങ്ങൾ ദുആ ചെയ്തത്, അല്ലാഹുമ്മ ലം തുമിത്നി ഹത്താ അറാ മിൻ ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കമാ ഫഅല ബി ഇബ്രാഹിം ഖലീലാ. അല്ലാഹുവേ എന്നെ മരിപ്പിക്കല്ലേ. ഉമർ ഫാറൂഖിന്റെ ദുആ, അല്ലാഹുവേ എന്നെ മരിപ്പിക്കല്ലേ, പടച്ചോനെ എന്നെ മരിപ്പിക്കല്ലേ. ഏതുവരെ? ഞാൻ കാണുന്നതുവരെ. എന്ത് കാണുന്നതുവരെ? മിൻ ഉമ്മത്തി മുഹമ്മദിൽ, മുഹമ്മദീയ സമുദായത്തിൽ ഞാൻ കാണുന്നതുവരെ. കമാ ഫഅല ബി ഇബ്രാഹിം ഖലീലാ. ഇബ്രാഹിം നബിയെ തീയിലിട്ടപ്പോൾ ഒരു രോമത്തിന് പോലും കരിച്ചൽ വരാതെ രക്ഷപ്പെട്ടില്ലേ? അത് മുഅ്ജിസത്താണ്. അതുപോലെ മുഹമ്മദ് ഈ ഉമ്മത്തിൽ കറാമത്ത് കൊണ്ടൊരാൾ രക്ഷപ്പെടുന്നത് കാണുന്നത് വരെ എന്നെ മരിപ്പിക്കരുതെന്ന് ഞാൻ ദുആ ചെയ്യാറുണ്ടെന്ന് ഉമർ ഫാറൂഖ്. യാ നാറുനി ബർദൗ വസലാമാ അലാ ഇബ്രാഹിം. ഈ ആയത്ത് കണ്ടത് മുതൽ ഞാൻ ഇങ്ങനെ ദ്വാരക്കാറുണ്ട്. കാലങ്ങളേറെ കടന്നുപോയി. ഉമർ ഫാറൂഖിന്റെ ചെവിയിൽ ഒരു വർത്തമാനമെത്തി. ദൂരെ ഒരു ഗ്രാമത്തിൽ അബൂ മൂസൽ ഖൗലാനി എന്ന് പറയുന്ന ഒരു മഹാനായ മനുഷ്യൻ, അയാൾ അല്ലാഹുവിന്റെ റസൂലിനെ പ്രേമിക്കുന്നയാളാ, ഹബീബിന് സ്വലാത്ത് ചൊല്ലുന്ന ആളാ. അയാളെ പിടിച്ച് തീയിലേക്കിട്ടോ. പ്രിയപ്പെട്ടവരെ, എന്നൊന്ന് പോയി അടുപ്പ് ചൂടാക്കിയിട്ട് കൈയൊന്ന് വെച്ച് നോക്ക്, ഗ്യാസ് ചൂടാക്കിയിട്ട് കൈയൊന്ന് വെച്ച് നോക്ക്, ഉരുകിപ്പോകില്ലേ? ഇത് റസൂലുള്ളാഹിനെ പ്രേമിച്ച ആളാ, ഹബീബിന് സ്വലാത്ത് ചൊല്ലിയ ആളാ.
അവിടത്തെ പിടിച്ച് തീയിലിട്ടോ. കൂമ്പാരം തീയങ്ങ് അണഞ്ഞു പോയപ്പോ ചാരത്തിൽ നിന്നൊരു ഫീനിക്സ് പക്ഷിയെ പോലെ അബൂ മൂസൽ ഖൗലാൻ എഴുന്നേറ്റ് പുറത്തേക്ക് വന്നു. ഒരു രോമകൂപത്തിന് പോലും കരിച്ചിലേൽക്കാതെ, ഒരു ചൂടിന്റെ കരിയേൽക്കാതെ അബൂ മൂസൽ ഖൗലാൻ പുറത്തേക്ക് വന്നു. ഈ വാർത്തയാണ് ഉമറുൽ ഫാറൂഖ് തങ്ങൾ അറിഞ്ഞത്. മദീനയിൽ അദ്ദേഹത്തെ ക്ഷണിച്ചു കൊണ്ടുവന്നു. മദീന ഇന്ന് ഖുബാമത്തിൽ നിൽക്കുന്ന അതേ മദീനയുടെ അതിർത്തിയിൽ ഉമറുൽ ഫാറൂഖ് തങ്ങൾ, അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ, അന്നത്തെ മദീനയിലെ സഹാബാക്കൾ മുഴുവൻ പോയി നിന്നു. ആ മനുഷ്യൻ അകലിൽ നിന്ന് വരുന്നത് കണ്ടപ്പോ ഉമറുൽ ഫാറൂഖ് ആ കൂട്ടത്തിൽ നിന്ന് ഇറങ്ങി ഓടി. ആ മനുഷ്യന്റെ തൊട്ടടുത്തെത്തി ഖബ്ബലഹു വഅനഖഹു, ചുംബിക്കുകയാ, കെട്ടിപ്പിടിക്കുകയാ. എന്നിട്ട് മദീനയിലേക്ക് കൊണ്ടുവന്നു, രാജോചിതമായി സ്വീകരിച്ചു. എന്തിന്റെ പേരിലാ? റസൂലുള്ളാഹിനെ പ്രേമിച്ചയാൾക്ക് തക്കിനിക്ക് തൊടാൻ പറ്റിയില്ല, ദീന് തൊടാൻ പറ്റിയില്ല. അതാണ് മുഹമ്മദ് മുസ്തഫ ഫീ സുൽബി നൂഹ് നബിയുടെ മുതുകിൽ ഞാനുണ്ടായിരുന്നു. പ്രളയത്തിന്റെ വേളയിൽ ആടി ഉലഞ്ഞു ഓളവാളികൾക്ക് മുകളിലൂടെ നൂഹിന്റെ പേടകം ജൂരി പർവ്വതത്തിലേക്ക് നങ്കൂരമിടാൻ കടന്നു പോകുമ്പോ ഫീ സുൽബി നൂഹ് നബിയുടെ മുതുകിൽ ഞാനുണ്ട്. അങ്ങനെ നൂറ്റാണ്ടുകളിലൂടെ, ശതകോടി വർഷങ്ങളിലൂടെ അവിരാമ പ്രവാഹമായി അനസ്യൂതമായ ഒഴുക്കായി ഒഴുകി 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 മുഹമ്മദ് മുസ്തഫ 6-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിൽ അബ്ദുൽ മുത്തലിബിന്റെ മുതുകിലേക്ക് കടന്നു വരികയാണ്. വലൻ യസൽ യൻബുൽനി റബ്ബി മിനൽ അസ്ലാബിൽ കരീമത്തിൽ ഫാഹിറാ ഇലൽ അർഹാമിൽ സകിയത്തി ഫാഹിറാ ഹത്താ അഖ്റജനി അല്ലാഹു മിൻ ബൈനി അബവയ്യ വലം യൽതഖിയ അലാ സിഫാഹിൻ ഖത്ത് സല്ലല്ലാഹു. പരമപരിശുദ്ധമായ മുതുകുകളിലൂടെയും ഗർഭയറകളിലൂടെയും മുഹമ്മദ് മുസ്തഫയുടെ നൂറ് തജല്ലി കടന്നു വന്നിട്ടാണ് അബ്ദുൽ മുത്തലിബിന്റെ മുതുകത്ത് എത്തിച്ചേരുന്നത്. അവിടുന്ന് സൂര്യൻ അഭിമുഖമായി നടന്നാലും നിഴലില്ലാത്ത മുഹമ്മദ് മുസ്തഫ, അവിടുത്തെ ശരീരത്തിൽ ഒരിക്കൽ പോലും വീഴ്ചയോ പ്രാണയോ വന്നിരിക്കാത്ത മുഹമ്മദ് മുസ്തഫ, അവിടുന്ന് കാഷ്ടിക്കുകയോ മൂത്രിക്കുകയോ ചെയ്താൽ ഒരിക്കൽ പോലും ഭൂമി ഉപേക്ഷിക്കാതെ വിഴുങ്ങി കളയുന്ന ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സ്വർഗ്ഗത്തിൽ കാണാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. രണ്ടാമത്തെ ഒന്ന്, മദീന സിയാറത്ത് ചെയ്യാനുള്ള ഭാഗ്യം അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. മദീന സിയാറത്ത് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഹജ്ജിനോ ഉംറക്കോ പോകുമ്പോഴാണല്ലോ മദീന സിയാറത്ത് ചെയ്യുക. മൂന്നാമത്തെ ഒരു കാര്യം, നിങ്ങളുടെ മനസ്സിൽ വളരെ പ്രാധാന്യമുള്ള ഒട്ടേറെ കാലമായി ദുആ ചെയ്ത് ലഭിക്കാതെ പോയ ഒരു കാര്യവും നിങ്ങൾ മനസ്സിൽ കരുതും. മൂന്നെണ്ണം ഞാൻ നിങ്ങൾക്ക് പ്രോമിസ് ചെയ്യല്ല, വാഗ്ദാനം ചെയ്യല്ല, ഞാൻ അതിനൊന്നും ആളല്ല. നമുക്ക് പടച്ചവനോട് പറയാം, അള്ളാഹുവിനോട് പറയാം, അതിശക്തമായ കോൺഫിഡൻസോടെ ഈ മൂന്ന് കാര്യങ്ങൾ ലഭിക്കണേ എന്നാണ്.